ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിന്റെ 19-ാം പ്രഭാതത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും നമ്മൾ നമ്മുടെ ആത്മാവിനെ വഞ്ചിക്കുന്നുണ്ടോ? നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് യാക്കോബ് ശ്ലീഹ 1:22 ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു. വചനം നമുക്ക് ഒന്നിച്ച് വായിക്കാം. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. മനസ്സിലായോ? ഹല്ലേലൂയ. അതായത് ദൈവവചനം അനുവർത്തിക്കുമ്പോൾ മാത്രമാണ് അത് നമുക്ക് കൂടുതൽ കൃപയും അഭിഷേകവും നൽകുകയുള്ളൂ. അതേസമയം അത് അനുവർത്തിക്കാതിരുന്നാൽ നമ്മൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ഒരു വഞ്ചകനാണ്. എന്തിൻ്റെ? ആത്മാവിനോട് കാണിക്കുന്ന വഞ്ചനയാണ്. അതിനെക്കുറിച്ച് വീണ്ടും വചനം പറയുകയാണ്, തൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കുന്ന ഒരു മനുഷ്യന് സദൃശനാണ് ഈ ആത്മവഞ്ചകരെന്നാണ് പറയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മവഞ്ചകരാകാതെ പരിശുദ്ധാത്മാവ് നമ്മെ കൂടുതൽ വചനം പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള ഒരു പുതിയ കൃപയും പുതിയ അഭിഷേകവും, അങ്ങനെ നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമായി തീരുവാൻ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.